ഫ്ലോ കൺട്രോൾ. നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡാറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസായ ഡാറ്റ ലിങ്ക് കൺട്രോൾ അല്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഡാറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസിൻ്റെ പേരാണ് ഡാറ്റ ലിങ്ക് കൺട്രോൾ എന്നുള്ളത്. ആ ഡാറ്റ ലിങ്ക് കൺട്രോളിന് 3 ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ലൈൻ ഡിസിപ്ലിൻ, ഫ്ലോ കൺട്രോൾ ആൻഡ് എറർ കൺട്രോൾ. അതിൽ ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൂ ഷുഡ് സെൻഡ്, ആർക്കാണ് ഇപ്പോൾ സെൻഡ് ചെയ്യാൻ പറ്റുക, ഏത് സിസ്റ്റത്തിനാണ് ഇപ്പോൾ സെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ലൈൻ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫ്ലോ കൺട്രോൾ ആണെങ്കിൽ എന്താണ്? ഹൗ മച്ച് ഡാറ്റ മേ ബി സെൻഡ്, എത്ര ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും, അതാണ് ഫ്ലോ കൺട്രോൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. എറർ കൺട്രോൾ ആണെങ്കിലോ എറർ ഡിറ്റക്ഷനും കറക്ഷനുമാണ്. അപ്പോൾ നമ്മൾ ലൈൻ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഫ്ലോ കൺട്രോൾ ആണ്. ഫ്ലോ കൺട്രോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലോ കൺട്രോൾ വെച്ചിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്ലോ കൺട്രോൾ സെൻഡറിനോട് പറയും ഹൗ മച്ച് ഡാറ്റ ഷുഡ് ബി സെൻഡ് ടു ദ റിസീവർ സോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ലോസ്റ്റ്. അതായത് എവിടെയും ഒന്നും തന്നെ ഡാറ്റയൊന്നും ലോസ് ആവാതെ എത്ര ഡാറ്റ റിസീവറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫ്ലോ കൺട്രോൾ വെച്ച് സെൻഡ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഹൗ മച്ച് ഡാറ്റ ഷുഡ് ബി സെൻഡ്, റിസീവറിലേക്ക് എത്ര ഡാറ്റ സെൻഡറിന് സെൻഡ് ചെയ്യാൻ പറ്റും, ഇടയിലൊന്നും ലൂസ് ആവാതെ അല്ലേ. ദിസ് മെക്കാനിസം മേക്സ് ദ സെൻഡർ വെയിറ്റ് ഫോർ ആൻ അക്നോളജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു മെക്കാനിസം വെച്ചിട്ട് ഒരു അക്നോളജ്മെൻറ്റിന് വേണ്ടി സെൻഡർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഫ്ലോ കൺട്രോൾ മെക്കാനിസം വെച്ചിട്ട് സെൻഡറിന് അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നെക്സ്റ്റ് ഡാറ്റ കിട്ടുന്നതിന് മുമ്പ്. അതായത് ഒരു ഡാറ്റ സെൻഡ് ചെയ്ത ശേഷം ഒരു അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ സെൻഡർ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അത് കിട്ടിയ ശേഷം അടുത്തത് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലോ കൺട്രോളിന് വേണ്ടിയിട്ട് 2 രീതികളാണ് ഉള്ളത്. ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 2 രീതികളാണുള്ളത്. ഒന്ന് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളും രണ്ടാമത്തെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോളും. അപ്പോൾ ആദ്യം എന്താണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോൾ? ആ പേരിൽ തന്നെയുണ്ട് സംഭവം എന്താണെന്നുള്ളത്. സെൻഡർ ഒരു ഫ്രെയിം സെൻഡ് ചെയ്യുന്നു, സെൻഡർ റിസീവറിലേക്ക് ഒരു ഫ്രെയിം സെൻഡ് ചെയ്യുന്നു. ദെൻ സെൻഡർ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. സെൻഡ് ചെയ്ത ശേഷം സെൻഡർ സ്റ്റോപ്പ് ചെയ്യുന്നു. അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ ആ സ്റ്റോപ്പ് സ്റ്റേറ്റിൽ തന്നെ സെൻഡർ നിൽക്കും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അക്നോളജ്മെൻറ്റ് കിട്ടിയ ശേഷം മാത്രമാണ് അടുത്ത ഫ്രെയിം സെൻഡ് ചെയ്യുക. അതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയാൻ കാരണം. സെൻഡ് ചെയ്ത ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നു, ദെൻ അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അക്നോളജ്മെൻറ്റ് കിട്ടിയ ശേഷം അടുത്ത ഫ്രെയിം സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി സെൻഡറിന് അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ അതെന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഡാറ്റ പാക്കറ്റിനെ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും അടുത്ത അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കൂ, ഒരു ഫ്രെയിം 0 സെൻഡ് ചെയ്തു, ദെൻ അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടുന്ന അത്രയും സമയം അതവിടെ വെയിറ്റ് ചെയ്തു. ആ ടൈമാണ് ആ ഒരു ആക്സസിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ അക്നോളജ്മെൻറ്റ് 0 കിട്ടിയ ശേഷം അപ്പോൾ തന്നെ ഫ്രെയിം 1 സെൻഡ് ചെയ്തു. ദെൻ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് അക്നോളജ്മെൻറ്റ് 1 കിട്ടുന്നത് അല്ലേ. അതുവരെ അതവിടെ വെയിറ്റ് ചെയ്യാണ്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. സപ്പോസ് ഒരു ഫ്രെയിം സെൻഡ് ചെയ്തു, എന്നാൽ അത് റിസീവറിൽ എത്തിയില്ല, അതായത് അത് എവിടെയോ ലൂസ് ആയിപ്പോയി അല്ലേ. അപ്പോൾ റിസീവർ ഒരിക്കലും ഒരു അക്നോളജ്മെൻറ്റ് സെൻഡറിന് സെൻഡ് ചെയ്യില്ല. അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ റിസീവ് ചെയ്തു എന്ന് സെൻഡറിനെ അറിയിക്കാൻ വേണ്ടി റിസീവർ സെൻഡ് ചെയ്യുന്നതാണ് അക്നോളജ്മെൻറ്റ്. അപ്പോൾ റിസീവർ സെൻഡറിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡാറ്റ എവിടെയോ ലൂസ് ആയി പോയിട്ടുണ്ട്, റിസീവറിന് സാധനം കിട്ടിയിട്ടില്ല എന്നാണ് അല്ലേ. ഇനി ഓൾസോ സെൻഡർ വിൽ നോട്ട് സെൻഡ് നെക്സ്റ്റ് ഫ്രെയിം ആസ് ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ അക്നോളജ്മെൻറ്റ് ഫോർ ദ പ്രീവിയസ് ഫ്രെയിം വിച്ച് ഇറ്റ് ഹാഡ് സെൻഡ്. അതായത് തൊട്ട് മുമ്പ് സെൻഡ് ചെയ്ത ഡാറ്റയ്ക്ക് അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ സെൻഡർ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അത് കിട്ടിയ ശേഷം മാത്രമേ നെക്സ്റ്റ് ഫ്രെയിം അത് എന്ത് ചെയ്യുള്ളൂ? സെൻഡ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അത്രയും നേരം അതെന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. പക്ഷേ അത് എവിടെയോ ലൂസായി പോയത് കാരണം അക്നോളജ്മെൻറ്റ് എന്തായാലും കിട്ടില്ലല്ലോ. സോ അവിടെ ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടൈമർ വയ്ക്കും. അത് ഇത്ര സമയത്തിനുള്ളിൽ അക്നോളജ്മെൻറ്റ് കിട്ടണം. അക്നോളജ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കാൻ പറ്റും സെൻഡറിന്
ഒരു ഡാറ്റ ലോസ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സെൻറ്റർ വിൽ വെയിറ്റ് ഫോർ ദിസ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ടൈം ഫോർ ദ അക്നോളജ്മെൻറ്റ് ആൻഡ് ഇഫ് ദ അക്നോളജ്മെൻറ്റ് ഈസ് നോട്ട് റിസീവ്ഡ് ദെൻ ഇറ്റ് വിൽ സെൻഡ് ദ ഫ്രെയിം അഗെയിൻ. അപ്പോൾ അത്ര ഒരു ടൈമിനുള്ളിൽ, ആ ടൈമറിൽ സെറ്റ് ചെയ്ത ടൈമിനുള്ളിൽ അക്നോളജ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡാറ്റ ലോസായി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, എന്തോ പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സെൻറ്റർ എന്ത് ചെയ്യുന്നു, ആ ഫ്രെയിം വീണ്ടും സെൻഡ് ചെയ്യുന്നു. രണ്ട് തരം ഡിലേയ്സാണ് ഫ്രെയിം സെൻഡ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ളത്. ഒന്ന് ട്രാൻസ്മിഷൻ ഡിലേയും മറ്റൊന്ന് പ്രൊപ്പഗേഷൻ ഡിലേയും. ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ സെൻഡർ ടു സെൻഡ് ഓൾ ദി ബിറ്റ്സ് ഓഫ് ഫ്രെയിം ഓൺ ടു വയർ. അതായത് ആ മീഡിയത്തിലൂടെ ഫ്രെയിമിലുള്ള എല്ലാ ബിറ്റ്സും സെൻഡ് ചെയ്യാൻ വേണ്ടി സെൻഡർ എടുക്കുന്ന ആ ഒരു ടൈമാണ് ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറയുന്നത്. പ്രൊപ്പഗേഷൻ ഡിലേ ആണ് രണ്ടാമത്തെ ഡിലേ. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ലാസ്റ്റ് ബിറ്റ് ഓഫ് ദ ഫ്രെയിം ടു റീച്ച് ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ്. അതായത് ഒരു സൈഡിൽ നിന്ന്, അതായത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എത്താൻ വേണ്ടി ലാസ്റ്റ് ബിറ്റ്, ഏറ്റവും ഫ്രെയിമിൻ്റെ ഏറ്റവും ലാസ്റ്റ് ബിറ്റ് എടുക്കുന്ന ടൈം, അതാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്, അതായത് ഒരു ഫ്രെയിം സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും അല്ലേ. അതായത് ട്രാൻസ്മിഷൻ ഡിലേയും പ്രൊപ്പഗേഷൻ ഡിലേയും. ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്യാനുള്ള പ്രൊപ്പഗേഷൻ ഡിലേയും വേണം, അക്നോളജ്മെൻറ്റ് ഫ്രെയിം, അതായത് അക്നോളജ്മെൻറ്റ് കിട്ടാൻ വേണ്ട ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടല്ലോ, അതും. അങ്ങനെ മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ടോട്ടൽ ടൈം റിക്വയർഡ് ടു സെൻഡ് എ ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് ഫ്രെയിം സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം എന്തൊക്കെയാണ്? ട്രാൻസ്മിഷൻ ഡിലേ പ്ലസ് പ്രൊപ്പഗേഷൻ ഡിലേ ഫോർ ഡാറ്റ ഫ്രെയിം പ്ലസ് പ്രൊപ്പഗേഷൻ ഡിലേ ഫോർ അക്നോളജ്മെൻറ്റ് ഫ്രെയിം. അതിൽ ട്രാൻസ്മിഷൻ ഡിലേ നമ്മൾ TD എന്ന് റെപ്രസെൻ്റ് ചെയ്യും, പ്രൊപ്പഗേഷൻ ഡിലേ TP എന്നും റെപ്രസെൻ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആണ് സ്ലൈഡിംഗ് വിൻഡോ. എന്താണ് സ്ലൈഡിംഗ് വിൻഡോ? ഒരു വിൻഡോ ആണ്, സ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു വിൻഡോ തന്നെയാണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് അതേ ഒരു മെത്തേഡാണ് അതിൽ ഫോളോ ചെയ്ത് പോകുന്നത്. സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഫ്ലോ കൺട്രോളിൻ്റെ ഒരു മെത്തേഡാണ്. അതിൽ സെൻറ്റർ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഫ്രെയിംസ് സെൻറ്ററിന് സെൻഡ് ചെയ്യാം അക്നോളജ്മെൻറ്റ് കിട്ടുന്നതിന് മുന്നേ. അതായത് ഒരു ഫ്രെയിം സെൻഡ് ചെയ്ത് അക്നോളജ്മെൻറ്റ് കിട്ടി അടുത്ത ഫ്രെയിം സെൻഡ് ചെയ്യുക, അങ്ങനെയല്ല. മൾട്ടിപ്പിൾ ഫ്രെയിംസ് സെൻറ്ററിന് സെൻഡ് ചെയ്യാം. ഒരു സിംഗിൾ അക്നോളജ്മെൻറ്റ് മൾട്ടിപ്പിൾ ഫ്രെയിം സെൻഡ് ചെയ്ത ശേഷമായിരിക്കും കിട്ടുക. അതായത് വിൻഡോൻ്റെ സൈസ് എത്രയാണ്? വിൻഡോൻ്റെ സൈസ് ചിലപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം. ഇപ്പോൾ സപ്പോസ് 3 ആണ് സെൻറ്ററിൻ്റെ സൈസ്, വിൻഡോൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ, സ്ലൈഡിംഗ് വിൻഡോൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ 3 ഫ്രെയിം സെൻഡ് ചെയ്ത ശേഷം മാത്രം മതി എന്ത്, അക്നോളജ്മെൻറ്റ് കിട്ടുന്നത്. അതായത് 3 ഫ്രെയിം സെൻഡ് ചെയ്ത ശേഷമായിരിക്കും ആദ്യത്തെ ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നത്. അത് കിട്ടിയ ശേഷം അടുത്ത ഫ്രെയിം സെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് സ്ലൈഡിംഗ് വിൻഡോ വരുന്നത്. സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ബോക്സ് ആണ്, സെൻറ്ററിൻ്റെ റിസീവറിൻ്റെ എൻഡിലുള്ള ഒരു ഇമാജിനറി ബോക്സ് ആണ് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. വിൻഡോയിൽ ഫ്രെയിംസ് ആണ് ഉണ്ടാവുക. സെൻറ്റർ വിൻഡോയിൽ എന്തുണ്ടായിരിക്കും? ഫ്രെയിംസ് ഉണ്ടായിരിക്കും. ആ ഫ്രെയിമാണ് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അക്നോളജ്മെൻറ്റ് കിട്ടുന്നതിന് മുൻപേ തന്നെ എത്ര ഫ്രെയിം സെൻഡ് ചെയ്യാം എന്നുള്ള ആ ഒരു ലിമിറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും വിൻഡോയിൽ. ഓക്കെ, അപ്പോൾ 2 ആവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ആയിരിക്കാം. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ വിൻഡോൻ്റെ സൈസ് ചിലപ്പോൾ 2 ആയിരിക്കാം, 3 ആയിരിക്കാം, 4 ആയിരിക്കാം. എത്രയാണോ അതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ അത്രയും ഫ്രെയിം സെൻഡ് ചെയ്ത ശേഷം മാത്രമാണ് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടുക. ഓക്കെ, എക്സാമ്പിളായിട്ട് ഫ്രെയിം നമ്പർ 4 അവസാനിക്കുന്ന സ്ട്രിങ് ഓഫ് ഫ്രെയിംസ് ആണ് അക്നോളജ് ചെയ്യുന്നത്. അപ്പോൾ റിസീവർ ഒരു ACK സെൻഡ് ചെയ്യുന്നത്, ഒരു അക്നോളജ്മെൻറ്റ് ഫ്രെയിം കിട്ടിയെന്ന് പറഞ്ഞാൽ അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന നമ്പർ 5 ആണ് സപ്പോസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് സെൻറ്റർ മനസ്സിലാക്കുന്നത് 4ാമത്തെ 0 to 4 വരെയുള്ള ഫ്രെയിം കിട്ടിയിട്ടുണ്ട്, ഇനി സെൻഡ് ചെയ്യാനുള്ളത് 5ാമത്തെ ഫ്രെയിമാണ്. 5ാമത്തെ ഫ്രെയിം മുതലാണ് ഇനി സെൻഡ് ചെയ്യാനുള്ളത്. 0 മുതൽ 4 വരെ കിട്ടിയിട്ടുണ്ട് എന്നാണ് സെൻറ്റർ അതിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണൊരു സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അതായത് ഇതിൽ 0 to 6 വരെയാണ് വിൻഡോൻ്റെ സൈസ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 0 to 6 വരെ സെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ വിൻഡോ അവിടെ എന്ത് ചെയ്യും, ഒന്ന് ഷ്രിങ്ക് ചെയ്യും, സ്ലൈഡ് ചെയ്ത് പോകും റൈറ്റ് സൈഡിലേക്ക്. ഓക്കെ, ഒരു ഫ്രെയിം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് അത് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഒരു അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്താലും റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അതായത് അത്രയും ഫ്രെയിമിൻ്റെ സെൻഡ് ചെയ്ത അത്രയും ഫ്രെയിമിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് അവിടെ തൊട്ട് വീണ്ടും ഫ്രെയിംസ് സെൻഡ് ചെയ്യും. ദെൻ അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ വിൻഡോ എന്ത് ചെയ്യും, വീണ്ടും മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് സ്ലൈഡിംഗ് വിൻഡോ വർക്ക് ചെയ്യുന്നത്.